ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാമ 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 സീതാരാമ രാമ 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 സീതാരാമ രാമ 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 ദൈവമേ രാമപാദം ശരണി മുകുന്ദ രാമ പാഹിമാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി, ഈശ്വരകൃപ ഇതൊക്കെ വായിക്കുന്നതെല്ലാം നന്നായി മനസ്സിലാക്കണം. സമയങ്ങൾ എത്രമാത്രം നമ്മളിതിനു വേണ്ടി ചിലവഴിക്കുന്നു, അപ്പോൾ അത് ഫലവത്താക്കണം മക്കളെ. എല്ലാവർക്കും ഭക്തി വർദ്ധിക്കണം. ഉള്ള അറിവ്, അതിനെ കൊണ്ടൊന്നും അറിവില്ലെന്ന് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. എന്നാലും നമുക്കുള്ളത് മതി മക്കളെ. അതെങ്കിലും ഉള്ളത് നന്നായി മനസ്സിലാക്കിയിട്ട് പിന്നെ പോകെ മുമ്പോട്ട് പോകാമല്ലോ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് രാമായണം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ ബാക്കി വായിക്കാം. നമുക്ക് ഇനി മാരീച നിഗ്രഹമാണ്. രാവണൻ പോയി മാരീചനെ കണ്ട് സീതയെ രാവണന് കൊണ്ടുപോകത്തവണ്ണം അതിൻ്റെ എല്ലാ സൗകര്യം ഒപ്പിച്ച് കൊടുക്കാനായിട്ടാണല്ലോ പറഞ്ഞത്. ഇനി മറുത്ത് വല്ലതും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാളിന് ഊണാക്കും. അതുകൊണ്ട് മാരീചൻ മാനിൻ്റെ രൂപമെടുത്താണ് വരുന്നത്. നമുക്കത് വായിക്കാം. മാരീചന് ഇനി നിഗ്രഹമാണ്, അതിനെ വധിക്കുകയാണ് ഭഗവാൻ ശ്രീരാമൻ. അതിൻ്റെ പറ്റിയാണ് ഇനി വരാൻ പോകുന്നത്. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ട് മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. യഥാർത്ഥ സീതയല്ല, ഓർമ്മ വേണം. വന്യമണ്ഡലത്തിലേക്ക് ആക്കിയേക്കാണ് ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞു. ഇവിടെ എപ്പോഴും രാവണൻ്റെ ഈ നിശാചരർ ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് വന്യമണ്ഡലത്തിൽ യഥാർത്ഥ സീത ഇരിക്കണം, മായാ സീത മാത്രം പർണശാലയിൽ നിന്നാൽ മതി ആശ്രമത്തിൽ. അപ്പോൾ ഇവിടെ മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു. ആരാ? മായാ സീത. ഈ മാനിങ്ങനെ തുള്ളി നടക്കുന്ന ഓടുന്നതൊക്കെ കണ്ടപ്പോൾ മായാ സീത പറയുന്നു, രാമചന്ദ്രനോട് ഭഗവാനോട് പറഞ്ഞു, ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം രത്നഭൂഷിതമിതം. സ്വർണത്തിൻ്റെ മാനല്ലയോ, അതുകൊണ്ട് ചിത്രം അത്ഭുതമായിരിക്കുന്നു, രത്നഭൂഷിതമാണിത്. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം അത്രയും അത്ഭുതമായിരിക്കുന്നു. സ്വർണമായ മാനാണ്, സ്വർണം പോലിരിക്കുക, പൊന്മാനല്ലേ. അങ്ങനെ ശ്രീരാമനോട് ഭർത്താവേ ഇത് കണ്ടില്ലയോ, അത്ഭുതമായിരിക്കുന്നു. പേടിയിൽ ഇതിനേതും എത്രയും അടുത്ത് വന്നിടുന്നു, മെരുക്കമുണ്ടെത്രയും എന്ന് തോന്നും. ഇതിനൊട്ടും ഭയമില്ല, പേടിയില്ല. നമ്മളെ അടുത്തേക്ക് വന്നിടുന്നു. മെരുക്കം, അതായത് അതിന് പരിചയം,
മെരു ഈ മൃഗങ്ങളെ എന്താ പറയുക മെരുക്കിയെടുക്കുമെന്ന് പറയും. സ്നേഹത്തോടെ അടുക്കടുക്ക മനുഷ്യനടുക്ക വരാൻ നമ്മൾ ആദ്യമേ ഒരു മൃഗത്തിനെ സ്നേഹിച്ചാലല്ലേ വരുള്ളൂ. ഇത് ഒന്നും തന്നെ ചെയ്യാതെ തന്നെ അതിന് നല്ല മെരുക്കമുണ്ട് എന്ന് തോന്നുന്നു, അടുത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അതിന് മെരുക്കമുണ്ട് എത്രയെന്ന് തോന്നുന്നു. അത് ഇണക്കമുള്ളൊരു മാന. അപ്പം മനുഷ്യനെ കണ്ടിട്ട് ഭയമില്ല, അടുത്തേക്ക് വരുന്നെന്ന് തോന്നുന്നു എന്ന് ഭഗവാനോട് സീത പറഞ്ഞു. അതുകൊണ്ട് കളിപ്പാൻ അതി സുഖമുണ്ടിതു നമുക്കിങ്ങ് വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു നൂനം. നമുക്ക് അതിനെ കൊണ്ട് കളിപ്പിക്കുക ചെയ്യാണ്ട് കളിപ്പാൻ അതിസുഖമുണ്ടിത്, അത്ര നല്ലതായിട്ട് തോന്നുന്നു നമുക്ക്. അതുകൊണ്ട് വിളിച്ചിടൂ, അതിനെ വിളിച്ചു വരുത്തൂ, അത് നന്നായിരിക്കും, നമുക്ക് കളിക്കാൻ നല്ല സുഖമുണ്ടെന്ന് തോന്നുന്നു. പിടിച്ചുകൊണ്ടിങ്ങ് പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതേ. മടിച്ചു നിൽക്കാതെ അതിനെ വെക്കം പിടിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. മൈഥിലീ വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം. സീതയാണ് മൈഥിലി, മായാസീതയാണ്, എന്നാലും മായാസീതയിലും സീതയല്ലയോ. അത് മൈഥിലി വാക്യം കേട്ട് പിടിച്ചുകൊണ്ട് വരൂ, നമുക്ക് കളിക്കാൻ നല്ലതാണ് തോന്നുന്നു. അപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞു സോദരനോട്, ലക്ഷ്മണനോട്. സഹോദരനാണ് ലക്ഷ്മണൻ. അപ്പോൾ നീ കാത്തുകൊള്ളുക വേണം. ഭഗവാൻ അറിയാം എല്ലാവരെയും 14,000 പേരെയൊക്കെ കൊന്നൊടുക്കി അവർക്ക് അത്രമാത്രം ദേഷ്യമുണ്ട്, എന്തും അവിടെ നടക്കുമെന്ന് ഭഗവാൻ അറിയാം. ഇവിടെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞു. ലക്ഷ്മണ നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാതുധാനന്മാരുണ്ട് കാനനം തന്നിലെങ്കും. ഇവിടെ യാതുധാനം വെച്ചാൽ ഈ നിശാചരര്, രാത്രിയഞ്ചന്മാർ, രാക്ഷസന്മാർ, ഇവരെ പല പേരും പറയും. രാത്രിയഞ്ചൻ രാത്രി സഞ്ചരിക്കുന്നത്, പിന്നെ നിശാചരൻ വെച്ചാൽ നിശരാത്രിയാണ്. അങ്ങനെ പിന്നെ രാക്ഷസന്മാർ, ഇവരെല്ലാം ഇങ്ങനെ പല പല പേര് പറയുമ്പം നമുക്ക് മനസ്സിലാക്കണം അവരെയാണെന്ന്. അപ്പോൾ സീതയെ അവൾക്കൊരു ഭയം ഉണ്ടാവാതെ ഇവിടെ യാതുധാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും, ഇവിടെ എല്ലാം ഈ ദുഷ്ടന്മാരുണ്ട്, അതുകൊണ്ട് എപ്പോഴും കാവലായിട്ട് നിൽക്കണം എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. ബാണങ്ങളൊക്കെ എടുത്തുകൊണ്ട് മൃഗത്തിനടുക്കിലേക്ക് പോയി ശ്രീരാമൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തോട് ചെല്ലുമ്പോൾ ദൂരേക്ക് പോകും. എന്താ ഭഗവാനെ ദൂരേക്ക് കൊണ്ടുപോകാനാ. അങ്ങനെയല്ലേ രാവണൻ പറഞ്ഞേക്കുന്നത്, പതുക്കെ പതുക്കെ ദൂരോട്ട് കൊണ്ടുപോകണം. അല്പം ഇങ്ങോട്ട് ചാടും, അപ്പോൾ പിടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലും ശ്രീരാമൻ. അപ്പോൾ ഒത്തിരി ദൂരോട്ട് പോകും. അങ്ങനെ അകലം കൂടി പോകണം. അതാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അടുത്ത് ചെല്ലും നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പതുക്കെ വീണ്ടും ഈ ഭഗവാൻ അടുക്കിലേക്ക് വരും. ഭഗവാൻ പിടിക്കാൻ ചെല്ലുമ്പോൾ ഒരൊറ്റ ഓട്ടമാണ്. അപ്പോൾ ഒത്തിരി അകലേക്ക് പോകും. അവിടുന്ന് പതുക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഭഗവാൻ അങ്ങോട്ടാണല്ലോ പോണത്, തിരിച്ചല്ലല്ലോ, മുന്നോട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഇതിനെ കണ്ട് മതിമറന്ന് ഭഗവാൻ അറിയാതെ അങ്ങോട്ട് മുമ്പോട്ട് പോകുക. അതുകൊണ്ട് അടുത്ത് ചെല്ലും നേരം വേഗത്തിൽ അടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്തമോട് ദൂരെ കുതിച്ചു ചാടും അപ്പോൾ. അല്ലേ സാമർഥ്യത്തോടെ, പടുത്തത്തോടെ, നല്ല അതിശക്തി, നല്ല സാമർഥ്യം ഉണ്ടല്ലോ. മാരീചനല്ലയോ, ഒരു മൃഗം അല്ലല്ലോ അദ്ദേഹം, ആരാ, മാരീചനല്ലേ. അവിടെ സാമർഥ്യം കാണിച്ചുകൊണ്ടാണ് ഓടുന്നത്. ജഗന്നാഥൻ, അതായത് പരമാത്മാവായ ശ്രീരാമൻ അങ്ങോട്ട് പോകുന്തോറും അകലം കൂടി വരാൻ വേണ്ടി സാമർഥ്യത്തോടെ മുമ്പോട്ട് ഓടുമ്പം ഭഗവാൻ ഒന്ന് അറച്ചു നിൽക്കും. വീണ്ടും പതുക്കെ മുമ്പോട്ട് ശ്രീരാമൻ അടുക്കിലോട്ട് വരും. അപ്പോൾ വീണ്ടും ശ്രീരാമൻ പിടിക്കാട്ട് അങ്ങോട്ട് ചെല്ലും. അദ്ദേഹം ഇരട്ടി ഓടും. ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായി അതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ട് ഇതിനേറ്റം. എങ്ങനെ പിടിക്കാൻ പറ്റിയത്, അത്രയ്ക്ക് ദൂരേക്ക് ഓടുക, നല്ല സ്പീഡാണ്, അതുകൊണ്ട് എങ്ങനെ പിടിക്കാൻ പറ്റും, അതുകൊണ്ട് വേഗമുണ്ട് അതിനേറ്റം, നല്ല സ്പീഡായിട്ട് അത് ഓടുന്നുണ്ട് എന്നുറച്ച് ആശ വിട്ട്. അപ്പം ഭഗവാന്റെ ആഗ്രഹം മാറിപ്പോകുന്നു, പിടിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. പലതവണ ആയപ്പം മനസ്സിലാകുന്നു അതിനെ പിടിക്കാൻ കിട്ടത്തില്ലെന്ന്. അപ്പം പിന്നെ എന്ത് ചെയ്യും. അതുകൊണ്ട് ഭഗവാന്റെ ആഗ്രഹം, പിടിക്കാനുള്ള ആശയം വിട്ടിട്ട് രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. അപ്പോൾ നല്ല ശരം അങ്ങോട്ട് അങ്ങ് അയച്ചു. പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ ആ ശരം കൊണ്ട് ഈ പൊന്മാൻ ഭൂമിയിൽ വീണു. അദ്ദേഹത്തിൻ്റെ പുറത്താ കൊണ്ടത്.
പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വൻമല പോലെ ഒരു രാക്ഷസ വേഷം പൂണ്ടാൻ. അപ്പോൾ യഥാർത്ഥ മാരീചൻ്റെ അയാൾ രാക്ഷസൻ്റെ ആളാണ്, പക്ഷേ ഭക്തനായിരുന്നു. അപ്പോൾ ഈ പൊന്മാൻ്റെ വേഷം അങ്ങ് മാറിയിട്ട് ഈ ശരം കൊണ്ടപ്പോൾ യഥാർത്ഥ രൂപമായി മാറി വൻമല പോലെ വലിയൊരു പർവ്വതം പോലെ ഒരു രാക്ഷസ രൂപം വേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റ് അവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാൻ. അയ്യോ പാപം, ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ. സഹോദര, ഇത് സ്വരം മാറ്റി വിളിക്കുക. യഥാർത്ഥത്തിൽ മാരീചനെ ശ്രീരാമൻ വിളിക്കുന്നത് പോലെ വിളിക്കുക ലക്ഷ്മണനെ. ഭ്രാതാവേ, അത് ലക്ഷ്മണ സഹോദര, ഹാഹാ എന്ന് പറയുമ്പോൾ സീതയുടെ അടുക്ക നിൽക്കുകയല്ലേ ലക്ഷ്മണൻ. അപ്പോൾ ലക്ഷ്മണൻ വിചാരിക്കണം ഇത് ശ്രീരാമനാ വിളിക്കുന്നതെന്ന്. ശ്രീരാമൻ അങ്ങനെ ഒരിക്കലും പരമാത്മാവ് അങ്ങനെ വീണ്ടും കരയത്തില്ല. ഭഗവാൻ ഒന്നും അസാധ്യമല്ലല്ലോ, അത് ലക്ഷ്മണൻ അറിയാം. പക്ഷേ സീതയ്ക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് അന്നേരമില്ല. മായാസീതയല്ലയോ. യഥാർത്ഥ സീത ഭഗവതി വന്യമണ്ഡലത്തിലിരിക്കുകയല്ലോ. അപ്പം മായാസീതയ്ക്ക് അറിവൊന്നുമില്ലല്ലോ. അത് സാധാരണ ഒരു രൂപമല്ലേ ഉള്ളൂ, മനുഷ്യനെ പോലെ. ഒറിജിനൽ ഭഗവതി മഞ്ഞുമണ്ഡലത്തിലിരിക്കുന്ന മായാസീതയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അത്രയ്ക്കുള്ള യുക്തി വരത്തില്ല. അതുകൊണ്ട് ഹാ ലക്ഷ്മണ മമ ഭ്രാതാവ്, എൻ്റെ സഹോദര എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നുന്നത് എന്താ, ശ്രീരാമൻ വിളിക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ. എന്തിനാ ഈ ലക്ഷ്മണൻ ഇറങ്ങി ചെല്ലാൻ? രണ്ടുപേരും മാറി നിന്നെങ്കിലേ സീതയെ കൊണ്ടുപോകാൻ, രാവണനെ കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു വെച്ചേക്കുന്നത് അങ്ങനെയല്ലേ, രണ്ടുപേരെയും മാറ്റിത്തരണം. അതിൻ്റെ ബുദ്ധി അവിടെ മാരീചൻ എടുക്കുന്നു. മാരീചൻ വീണപ്പോൾ നിങ്ങൾ നിലവിളിക്കുമ്പം യഥാർത്ഥ ശ്രീരാമൻ തന്നെയായിട്ട് നിലവിളിച്ചെങ്കിലല്ലേ ലക്ഷ്മണൻ ഇറങ്ങി വരൂ. അതുകൊണ്ട് ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാഹാ മേ വിധി ബലം പാഹിമാന്തയാ നിധേ. വലിയ കഷ്ടപ്പാട് വിളിച്ച ആര് കേട്ടാലും ഉടനെ ഓടിച്ചെല്ലണം, അതുപോലെ വിളിക്കുന്നത്. ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും. ഈ ആതുരനാദം, ഈ വിഷമം പിടിച്ച വേദനയോടുകൂടിയ പ്രാണവേദന അത് പ്രാണൻ പോകുന്ന വേദനയാ. അങ്ങനെ വിളിച്ചപ്പോൾ നാദം കേട്ട് ലക്ഷ്മണനോട് ആര് ചൊന്നാൾ സീത പറയുന്നു, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. ലക്ഷ്മണ, സൗമിത്രേ എന്ന് പറയുന്ന ലക്ഷ്മണനാ. സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ, അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ. ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്ന് ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലും അല്ലെങ്കിൽ അയ്യോ. അപ്പം സീതയ്ക്ക് ഒറിജിനലായിട്ട് തോന്നുക യഥാർത്ഥ ശ്രീരാമൻ തന്നെയാണ് വിളിച്ച് കരയുന്നത്. മരിക്കുന്നതിന് മുമ്പേ, ഈ രാക്ഷസന്മാരെ കൊല്ലുന്നതിന് മുമ്പേ നീ ഓടി ചെല്ലൂ ലക്ഷ്മണ എന്ന് പറയുന്നു. അഗ്രജനുടെ, അതായത് ജ്യേഷ്ഠനാണ് അഗ്രജൻ, ലക്ഷ്മണൻ്റെ ജ്യേഷ്ഠൻ. അതാണ് അഗ്രജനുടെ വിലാപങ്ങൾ ഈ നിലവിളി കേട്ടില്ലേ ഭവാൻ. ഉഗ്രന്മാരായ നിശാചരന്മാർ ഈ ഉഗ്രന്മാർ രാക്ഷസന്മാരാണല്ലോ, അവർ കൊല്ലുന്നതിന് മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്ന് ലക്ഷ്മണ, പെട്ടെന്ന് തന്നെ ചെല്ലു മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലും അല്ലെങ്കിൽ അയ്യോ എന്ന് സീതയ്ക്ക് അത്രമാത്രം ദുഃഖത്തോടെയാണ് ലക്ഷ്മണനോട് പറയുന്നത്. ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചൊന്നാൻ, ദുഃഖിയായ അയ്യോ ദേവി ദുഃഖിക്കാതിരിക്കൂ. അയ്യോ ദേവി കേൾക്കണം മമ വാക്യം. എൻ്റെ വാക്ക് കേൾക്കൂ, ദുഃഖിക്കാതിരിക്കൂ. ലക്ഷ്മണൻ പറയുന്നു, അയ്യോ ദേവി ദുഃഖിക്കാതിരിക്കൂ, ഞാൻ പറയുന്ന കേൾക്കൂ. മാരീചൻ തന്നെ പൊന്മാനായി വന്നത് അവൻ, നല്ല ചോരൻ എത്രയും ഏവം കരഞ്ഞത് അവൻ തന്നെ. ഈ മാരീചൻ തന്നെ പൊന്മാനായി വന്നതാണ് അവൻ. നല്ല ചോരനാ, കള്ളനാ, ചോരച്ച കള്ളൻ. അവൻ നല്ല ചോരൻ എത്രയും ഏവം കരഞ്ഞത് അവൻ തന്നെയാണ് എന്ന്. അല്ല, ശ്രീരാമഭഗവാൻ ഒരിക്കലും ഭഗവാൻ കൃഷ്ണൻ എവിടെയെങ്കിലും കരയാറുണ്ടോ? എന്തെല്ലാം നിഗ്രഹിച്ച് ആരെല്ലാം എന്തൊക്കെ ചെയ്തിട്ടും ഭഗവാന് എന്തെങ്കിലും ഒരു കുഞ്ഞായിട്ടെന്ന് തന്നെ പൂതന തന്നെ വന്നാൽ ഭഗവാൻ എന്തെങ്കിലും കുഞ്ഞിന് കരച്ചിലുണ്ടോ? അപ്പോൾ അതല്ലേ പരമാത്മാവായ ശ്രീരാമനും. ഭഗവാൻ കരഞ്ഞപ്പോൾ നമ്മളൊക്കെ എന്തായിരിക്കും? അതുകൊണ്ട് ഈശ്വരൻ അങ്ങനെ കരയും. എങ്ങനെ? അത്രത്തോളം സാധുത്വമുള്ളപ്പം പൂച്ചേലനെ കണ്ടപ്പം ആ ഭക്തന് അത്രത്തോളം ഭഗവാന് വിഷമം ഉണ്ടാകുന്നു. അതുപോലെ നമുക്കും വിഷമമുണ്ടെങ്കിൽ ഭഗവാന് കരയും. നമ്മുടെ ഒരു ഭക്തൻ അത്രത്തോളം ഒരു ഭക്തനാണ്, ആ ഭക്തൻ്റെ വിഷമം എങ്ങനെയൊക്കെ ആയാലും അത് യഥാർത്ഥത്തിൽ സത്യത്തിൽ പരമാത്മാവ് ആ ശ്രീരാമനും ഭഗവാൻ കൃഷ്ണനും ഒക്കെ സങ്കടം വരും. അത് ഒറിജിനൽ, അത് നമുക്ക് തന്നെ മനസ്സിലാക്കാം. അത് അങ്ങനെയാണ്, ഭക്തനോട് അത്ര സ്നേഹമാണ്.
ഭഗവാന് ഭക്തൻ കഴിഞ്ഞാൽ മറ്റെന്തുമുള്ള ഒരു ഭക്തൻ്റെ വേദനയും വിഷമമൊന്നും ഭഗവാന് കാണാൻ ത്രാണിയില്ല. അതാണ് കുശലൻ നിന്നപ്പോഴും ഭഗവാൻ അത്രമാത്രം സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് അത്ര സ്നേഹമാണ് ഭഗവാനെ സർവേശ്വര. അപ്പോഴേ പറയുന്നു, ദുഃഖിയായികയോ ദേവി കേൾക്കണം മമ വാക്യം, എൻ്റെ വാക്ക് കേൾക്കൂ ദേവി, ദുഃഖിക്കാതിരിക്കൂ. മാരീചൻ തന്നെ പൊന്മാനായി വന്നത് അവൻ, നല്ല ചോരൻ എത്രയും ഏവം കരഞ്ഞത് അവൻ തന്നെ, അവൻ കള്ളനാണ്, അവനാണ് കരഞ്ഞത്. അന്ധനായി ഞാനും ഇത് കേട്ടുപോയി അകലുമ്പോൾ, അപ്പം അറിവില്ലാതെ അന്ധനായി ഇത് സീത ഇത് പറയുമ്പോൾ അന്ധത്വമാണല്ലോ ആ പറയുന്നത്. സീതയ്ക്ക് യഥാർത്ഥത്തിൽ പരമേശ്വരനായ നാരായണൻ ഭഗവാൻ പരമാത്മാവ് ശ്രീരാമൻ യഥാർത്ഥം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത് പറയുമോ? അത് സത്യത്തിൽ അവരെ മായാദേവി സീതയല്ലയോ? അപ്പോൾ അത് ചിന്തിക്കാനുള്ള കഴിവ് വരത്തില്ല. അപ്പോൾ ഒരിക്കലും സ്ത്രീയും കൂടെ അല്ലേ, പെട്ടെന്നുണ്ടാവുന്നൊരു അപ്പോൾ ആ ചിന്തിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നു, അന്ധനായി എന്നെ കൂടെ കണ്ണു കാണാൻ മയത്തതാക്കാതിരി, അറിവില്ലായ്മ ഞാനും ഇത് കേട്ടുപോയ അകലുമ്പോൾ, ഞാനും ഈ വാക്ക് കേട്ട് അറിവില്ലാതെ കണ്ട് ഞാനും ഇവിടുന്ന് ഇറങ്ങിയങ്ങ് പോയാൽ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ, സീതയെയും കൂടെ. നിന്തിരുവടി വെച്ചാൽ അവിടെ സീതാദേവിയെയാണ് അങ്ങനെ പറയുന്നത്, അല്ലാതെ ഈശ്വരനെ അല്ല പറയുന്നത്. നിന്തിരുവടി വെച്ചാൽ സീതാദേവി മഹാമായയുടെ അല്ലയോ. അതുകൊണ്ട് അതുമല്ല, ലക്ഷ്മണനെ അറിഞ്ഞിട്ടും ഇല്ലല്ലോ. വന്യമണ്ഡലത്തിൽ ഭഗവാൻ ഏകാന്തയെ വിളിച്ചിരുത്തിയല്ലയോ പറഞ്ഞത്, സീതയെ ദേവി വന്യമണ്ഡലത്തിൽ ഒറിജിനലായിട്ടുള്ള സീത വന്യമണ്ഡലത്തിൽ ഇരിക്കൂ, പിന്നെ മായ സീത പർണശാല ഇരുന്നാൽ മതി എന്ന് ശ്രീരാമനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ലക്ഷ്മണൻ സത്യത്തിൽ ഇത് അറിഞ്ഞിട്ടും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ആ സമയത്ത് ലക്ഷ്മണൻ ഇല്ല പറയുമ്പോൾ, ഏകാന്തേ എന്നാണ് പറഞ്ഞേക്കുന്നത്. സീതയുടെ അടുത്ത് മാത്രമായി പറഞ്ഞതാ ശ്രീരാമൻ. അതുകൊണ്ട് അന്ധനായി ഞാനും ഇത് കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്കുതി കന്ധരൻ തനിക്ക് അതിനുള്ള ഉപായം ഇതെന്തറിയാതെ അരുളി ചെയ്യുന്നത് അത്ര അല്ല, ലോകവാസികൾക്ക് ആർക്കും ജയിച്ചുകൂടായല്ലോ. അപ്പോൾ പങ്കുതി കന്ധരൻ എന്ന് വെച്ചാൽ രാവണൻ തനിക്ക് അതിനുള്ള ഉപായമാണ് ഈ കാണിക്കുന്നത്. മാരീചനായിട്ട് വന്നത്, പൊന്മാനായിട്ട് വന്നത്, അങ്ങനെയാണ് ഇപ്പോൾ നിലവിളിച്ച് കേൾപ്പിക്കുന്നതും ആ മായയാണ്. അതുകൊണ്ട് അന്ധനായി അറിവില്ലാതെ ഞാനും ഇങ്ങനെ എടുത്തിയാടി ഓടിയാൽ സീതാദേവിയെ നിന്തിരുവടിയെ ഈ പങ്കുതി കന്ധരന് കൊണ്ടുപോകാൻ എളുപ്പമായി. അവൻ്റെ ഉപായമാണ് ഇതല്ല. അതുകൊണ്ട് മനസ്സിലാക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ, ദുഃഖിക്കായി ഇരിക്കൂ. അതുകൊണ്ട് പങ്കുതി കന്ധരൻ തനിക്ക് അതിനുള്ള ഉപായം ഇത് എന്തറിയാതെ അരുൾ ചെയ്യുന്നത് അത്ര അല്ല, ലോകവാസികൾക്ക് ആർക്കും ജയിച്ചുകൂടായല്ലോ. അതുമാത്രമാണോ ലോകവാസികൾക്ക് ആർക്കും, ഇവിടെ ലോകത്തിലുള്ള മറ്റാർക്കും, രാക്ഷസ രാജാവായ രാവണനായാലും ഇനി ആരെല്ലാം ഈ ലോകത്തുണ്ട് ഭഗവാൻ ഒഴിച്ച്, ആർക്കും പരമാത്മാവിനെ ജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് ജയിച്ചുകൂടായല്ലോ. ലോകവാസികൾക്ക് ആർക്കും പരമാത്മാവായ ശ്രീരാമനെ ജയിക്കാൻ പറ്റുകയില്ല. പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത്? ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേൾക്കൂ ദേവി എന്ന് പറയുന്നു. ലോകവാസികൾക്ക് ആർക്കും ജയിച്ചുകൂടായല്ലോ, രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആരും പരമാത്മാവിനെ ജയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള രാഘവൻ തിരുവടിയാണെന്ന് അറിയൂ, അത് മനസ്സിലാക്കൂ. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. ഒരിക്കലും ഇങ്ങനെയുള്ള ആർത്ത് പിടിച്ചുള്ള നിലവിളി അത് എന്നാൽ പിന്നെ ലോകത്ത് പിന്നെ ഒന്നുമില്ല. ഭഗവാൻ അങ്ങനെ പരമാത്മാവായ പരമേശ്വരന് ഈ ആർത്തനാദം നിലവിളിയും വിഷമവും ഉണ്ടെങ്കിൽ പിന്നെ എന്തുവാ ലോകത്ത്? പിന്നെ ആരെ നമ്മൾ ആശ്രയിക്കുന്നത്? ഭഗവാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും, ഇത് രാത്രി ദുഷ്ടരായ ഈ രാക്ഷസന്മാരുടെ മായയാണെന്ന് അറിഞ്ഞാലും പരമാത്മാവായ ശ്രീരാമന് ആർത്തനാദം ഉണ്ടാവുകയില്ല. ജ്യേഷ്ഠന് എൻ്റെ ജ്യേഷ്ഠന് ഇങ്ങനെയുള്ള നിലവിളി ഉണ്ടാവുകയില്ല. ലോകവാസികൾക്ക് ആർക്കും തന്നെ ശ്രീരാമനെ ജയിക്കാനും പറ്റുകയില്ല. അതുകൊണ്ട് അസമാധാനിക്കൂ. വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ സംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും വിശ്വത്തിൻ്റെ പരമാത്മാവായ വിശ്വനായകൻ, ഈ ലോകത്തിൻ്റെ നായകൻ, രക്ഷിതാവ് ശ്രീരാമൻ ആരെങ്കിലും ഇങ്ങനെ ഇതുപോലെ വന്ന് ഭഗവാന് ദേഷ്യം വന്നാൽ, ശ്രീരാമന് ഈ രാവണനെ പറ്റി എന്തെങ്കിലും ദേഷ്യം വന്ന് കോപിച്ചാൽ എന്ത് വരും? വിശ്വസംഹാരം, വിശ്വം മൊത്തവും സംഹരിക്കാനുള്ള ചെയ്തു കളയും. വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാൽ പരമാത്മാവായ ശ്രീരാമന് കോപം വന്നാൽ വിശ്വത്തെ തന്നെ അവിടെ ഒരു പുൽക്കുടി പോലും ഇന്നോടെ കാണത്തില്ല. വിശ്വം സർവ്വതും സംഹരിക്കാനുള്ള ശേഷിയുണ്ട് പരമാത്മാവായ ശ്രീരാമന്. അതുകൊണ്ട് ഇത് ആർത്തനാദവും ഇതൊന്നും ശ്രീരാമൻ്റെ അല്ല, ഇത് പങ്കുതി കന്ധരൻ്റെ മായയാണ്.
വിശ്വനായകൻ കോപിച്ചിടുകിൽ അരസമയം കൊണ്ട് അരക്ഷണം, ഒരു ക്ഷണമില്ല, അരക്ഷണം കൊണ്ട് വിശ്വം മൊത്തവും സംഹരിക്കാൻ പോരുമെന്നറിഞ്ഞാലും ഭഗവാൻ അത് നടക്കും എന്ന് മനസ്സിലാക്കൂ. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. അങ്ങനെയുള്ള ഭഗവാന്റെ തൻ മുഖാംബജ പരമാത്മാവിൻ്റെ ശ്രീരാമൻ്റെ മുഖത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ ദൈന്യനാഥ, അയ്യോ ഭ്രാതാവേ ലക്ഷ്മണ വരൂ എന്ന് വിളിക്കാൻ പറ്റൂ? ഈ ലോകം മൊത്തം സംഹരിക്കാൻ കൽപ്പുള്ള പരമാത്മാവായ ശ്രീരാമന് ഈ നാദം മുഖത്തുനിന്ന് വരാൻ പറ്റുമോ? അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ ദൈന്യനാദം വിഷമിക്കുന്ന ഈ മരണവേദനയോടുള്ള ഈ നാദം ഭവിച്ചിടുന്ന നാദം എങ്ങനെ സംഭവിക്കും? വിശ്വം മൊത്തം സംഹരിക്കാൻ കൽപ്പുള്ള ഈശ്വരൻ ഇത് വരുമോ? ജാനകി അത് കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ഖേദമുണ്ട് കോപം വന്ന്, വിഷമം ഖേദമുണ്ട്, അത് ദുഃഖമുണ്ട്, എന്നാൽ കോപം വന്ന്. കാരണം പറഞ്ഞിട്ട് കേൾക്കാത്തതുകൊണ്ട് അവർ ധരിക്കുന്ന ശ്രീരാമനാണെങ്കിൽ അങ്ങ് എന്തു ചെയ്യും? അതുകൊണ്ട് അവരുടെ ഉള്ളം അങ്ങനെ അങ്ങ് ഇരിക്കുക. അതുകൊണ്ട് ലക്ഷ്മണൻ ഇത്രയും പറഞ്ഞിട്ടൊന്നും അവർക്ക് മനസ്സിലോട്ട് കയറുന്നില്ല. മാനസേ വളർന്നൊരു കോപങ്ങളോടും ദുഃഖം കൊണ്ടുള്ള കോപമായി തീർന്നു. അപ്പോൾ എന്ത് പറയുന്നു? ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അത് നേരെ ആ കോപവും ദുഃഖവും എല്ലാം ചേർന്നപ്പോൾ ലക്ഷ്മണനോട് പറയുവാണ്, ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അത് നേരം രക്ഷോ ജാതിയിൽ അത്രേ നീയും ഉണ്ടായി നൂനം. നീയും രാക്ഷസന്മാർക്ക് കുലത്ത് ജനിച്ചവനാണ്, ഈ ദയവില്ലാത്തവനാണ്. നീയും ഈ ഈ രാവണൻ്റെ കുലത്തിൽ അവരുടെ കൂടെ അവരുടെ എന്താ പറയുക, അതിന് അവരുടെ രീതിയിൽ ജനിച്ചു. കാരണം ഉള്ളിൽ സ്നേഹവും ദയവും ഉണ്ടെങ്കിൽ ഇപ്പം തിരക്കി പോകില്ലായിരുന്നോ ശ്രീരാമന്? അപ്പോൾ അത്ര കാഠിന്യമുള്ള ഹൃദയം. അതുകൊണ്ട് നീ രക്ഷോകുലത്തിൽ ജനിച്ചവനെന്ന് തന്നെ അതാണ് നൂനം. നീയും അങ്ങനെ ഉണ്ടായതാണ്. രക്ഷോ ജാതിയിൽ രാവണ ജാതിയിൽ ജനിച്ചവനെന്ന് തന്നെ നൂനം. പ്രാതുനാശത്തിന് അത്രേ കാംക്ഷയാകുന്നു തവ. അപ്പോൾ നീ സഹോദരൻ്റെ നാശത്തിന് വേണ്ടിയാണ് നീ കാംക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ശ്രീരാമൻ മരിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്. അവരുടെ ഈ സ്ത്രീകളുടെ ഒരു പോക്കേ എല്ലാം മറന്നിട്ട് എന്തൊക്കെയാ പറയുന്നത് ഇനിയിപ്പോൾ കേൾക്കുമ്പോൾ അറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചതാണ്, അതുകൊണ്ട് എനിക്കത് ഓർമ്മ വരുന്നു. സഹോദരൻ ശ്രീരാമൻ്റെ നാശത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ഈ ലക്ഷ്മണൻ എന്നാണ് സീത പറയുന്നത്. നാശത്തിന് അത്രേ കാംക്ഷയാകുന്നു തവ നീ ചേതസി ദുഷ്ടാത്മാവേ. ഞാനിത് ഓർത്തിയില്ലല്ലോ. നീ ആഗ്രഹിക്കുന്നത് രാമൻ്റെ നാശത്തിനാണല്ലോ. നിന്റെ മനസ്സ് അത്ര ദുഷ്ടതയാണല്ലോ. നീ രാക്ഷസകുലത്തിൽ ജനിച്ചതാണ്, നീയും അങ്ങനെയുള്ളവനാണ്. നിനക്ക് അത്രമാത്രം നിന്റെ ഹൃദയം കാഠിന്യമുള്ള ദുഷ്ടനാണ് നീ. എന്താ കാരണം? ഈ ശ്രീരാമനെ നിലവിളി കേട്ടിട്ട് ശ്രീരാമനാണെന്ന് കരുതിയിട്ട് നീ പോകുന്നില്ലല്ലോ. അപ്പം നിനക്ക് ശ്രീരാമൻ നശിക്കുന്നതാണ് നിനക്ക് ഇഷ്ടം, ആഗ്രഹം. നീയും ദുഷ്ടനാണ്. അതുകൊണ്ട് ഞാനത് ഓർത്തില്ലല്ലോ, ഞാനത് മനസ്സിലാക്കില്ല നിന്നെ. രാമനാശ ആകാംക്ഷിതനായിയ ഭരതൻ്റെ രാമനാശ. അപ്പോൾ രാമൻ്റെ നാശം കാണാൻ കൊതിക്കുന്നവൻ ഉണ്ടോ? രാമനാശ ആകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുള്ള നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമന് നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങ് ചെല്ലുവാൻ നൂനം. അതായത് ഭരതൻ ഉണ്ടായിരുന്നെങ്കിൽ ഭഗവാനോട് ഭരതൻ പോകുമായിരുന്നു. അതാണ് നാശ ആകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുള്ള നിയോഗത്താൽ അവൻ്റെ ആജ്ഞപ്രകാരം നീ കൂടെ പോന്നിതു. രാമന് നാശം വന്നാലോ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങ് ചെല്ലുവാൻ നൂനം. അപ്പോൾ ലക്ഷ്മണന് സീതയെ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ മരിക്കാനുള്ള ആഗ്രഹമാണ് എന്നൊക്കെയാണ് ഇവർ പിച്ചും പേയും പറയുന്ന പോലെ പറയുക. പിച്ചും പേന്ന് ഞാൻ ഊഹിക്കുന്ന, കാരണം ഇത്രയും പറയുന്നത് കൊണ്ട് സീത അങ്ങനെ പറയേണ്ടുന്ന ഒരു അല്ലല്ലോ, ലക്ഷ്മി ദേവി ഭഗവതി അല്ലേ. ഇപ്പം അവിടെ നിൽക്കുന്നത്, പർണശാലയിൽ നിൽക്കുന്നത് മായാസീതയാണ്. അതുകൊണ്ട് എന്തും പറയും. സാധാരണ ഈ വിവരമില്ലാത്ത സ്ത്രീകൾ സംസാരിക്കുന്നത് പോലെ യാതൊരു വിവരവും ഇല്ലാതാണല്ലോ ഇന്ന് സ്ത്രീകൾ. ഒരു വിവരം ഇല്ലാണ്ട് ഇത് തോന്നുന്നതാണ് വിളിച്ച് പറയുന്നത്. അതുപോലെ പെണ്ണുങ്ങൾ ഇത്രയും ഒരു വിവരം ഇല്ലെങ്കിൽ എന്തും പറഞ്ഞു കളയും. അതാണ് കഷ്ടം.
അതുപോലെ തന്നെയാണ് ഈ ലക്ഷ്മണനോട് അത് പറയാൻ കൊള്ളാമോ? ലക്ഷ്മണൻ സ്വന്തം പിതാവിനെ പോലെ കാണുന്നു, മാതാവിനെ പോലെ കാണുന്നു ഈ സീതാദേവിയെ. അങ്ങനെ ഇരിക്കുമ്പം ആ ഒരു വാക്ക് ഒരു അല്പം പോലും കേട്ടാൽ എത്രമാത്രം പ്രയാസം ഉണ്ടാവുന്ന, വല്ലതും പിന്നെ മിണ്ടാൻ തോന്നുമോ? അതിനപ്പുറത്തൊരു മറുപടി പറയാനില്ല. അതാണ് ലക്ഷ്മണൻ മറുപടി പറയാൻ കാണത്തില്ല. ഇങ്ങനെ അത്രമാത്രം പിന്നെ അതിൽ മുന്നോട്ട് പറയാൻ പറ്റത്തില്ല. അതാണ് കൂടെ പോന്നത് നീയും രാമന് നാശം വന്നാൽ ഗൂഢമായി രഹസ്യമായി എന്നെയും കൊണ്ടങ്ങ് ചെല്ലുവൻ നൂനം. അയോധ്യയിലേക്ക് ശ്രീരാമനോട് മരിച്ചാൽ എന്നെയും കൊണ്ട് രഹസ്യമായി നിനക്ക് കൊണ്ടങ്ങ് പോകാമല്ലോ എന്ന്. എത്രമാത്രം എന്നും എന്നുമേ നിനക്ക് എന്നെ കിട്ടുകയില്ല താനും ഇന്നു മൽ പ്രാണത്യാഗം ചെയ്യുവൻ ഞാൻ. അവിടെ വിഷമവും ദുഃഖം വന്നോ എന്തൊക്കെയോ പറയുന്നതാണ്. അപ്പം എന്നുമേ എന്ന് നിനക്ക് എന്നെ കിട്ടുകയില്ല, എന്നുമേ നിനക്ക് എന്നെ കിട്ടുകയില്ല താനും ഇന്ന് മൽ പ്രാണത്യാഗം ചെയ്യുവൻ ഞാൻ. അറിഞ്ഞാലും ശ്രീരാമൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ദുഃഖം കൊണ്ട് അവിടെ ലക്ഷ്മണൻ കൊണ്ടുപോകാൻ പേടിച്ചിട്ടല്ല, ശ്രീരാമൻ അങ്ങനെ മരിച്ചു പോയാൽ പിന്നെ അവർ ജീവിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഇപ്പം തന്നെ അവരുടെ വിഷമം അത്രയ്ക്ക് അങ്ങ് കാഠിന്യമായിപ്പോയി. ഉള്ളിൽ അവരുടെ മനസ്സിരിക്കുന്ന മൊത്തവും ശ്രീരാമനാണ് അവിടെ മരണവേദനയിൽ അകപ്പെട്ടതെന്ന് ധരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ആകുമ്പോൾ ഏത് സ്ത്രീകൾക്കും അത് ഉണ്ടാവും. അതാണ് സംഭവം. എന്നുമേ നിനക്ക് എന്നെ കിട്ടുകയില്ല താനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും. അവിടെ ഞാൻ ഇന്ന് തന്നെ മരിച്ചു കളയും. ചേതസി ഭാര്യാഹരണോദ്യുതനായ നിന്നെ സോദര ബുദ്ധിയാ ധരിച്ചില്ല രാഘവനീതും. അതായത് ഭാര്യയെ ഇങ്ങനെ എന്താ പറയുക, ഭാര്യയെ മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്നവൻ, അത് ഭാര്യാഹരണോദ്യുതനായ നിന്നെ, ലക്ഷ്മണൻ ഭാര്യയെ മോഹിക്കുന്ന അതായത് ശ്രീരാമൻ്റെ അന്യവൻ്റെ വേറെ ആളുടെ ഭാര്യയെ ഇങ്ങനെ മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്നവനാണെന്ന് സോദര ബുദ്ധിയാ ധരിച്ചില്ല. ആരാ? സഹോദരനായതുകൊണ്ട് ശ്രീരാമന് സോദരനല്ലേ, അതുകൊണ്ട് ഭഗവാന്റെ ബുദ്ധി ഇങ്ങനെ വന്ന് തോന്നിയില്ല. ലക്ഷ്മണൻ ഇങ്ങനെ ചെയ്യുന്നവനാണെന്ന് ധരിച്ചിട്ടില്ല ശ്രീരാമൻ. സഹോദരങ്ങളല്ലേ, അതുകൊണ്ട് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് സോദര ബുദ്ധിയാ ധരിശീല രാഘവൻ ഏതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ. അവിടെ ആണയും ഇട്ട് കഴിഞ്ഞു. രാമനെ ഒഴിഞ്ഞ് ഭഗവാനെ ഒഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് ആണയിട്ട് ഭഗവാന്റെ പാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കു കേട്ട് അവിടെ മനസ്സിൻ്റെ അപ്പുറത്തുള്ള ഈ ലക്ഷ്മണൻ പോകാനോട്ട് തോന്നുന്നതാ. എന്തുകൊണ്ട് ശ്രീരാമൻ ഇത്രയും ദുഃഖം പിടിച്ച ഭ്രാതാവേ ലക്ഷ്മണ എന്നല്ലേ വിളിക്കുന്നത്? ഹാ ഭ്രാതാ ലക്ഷ്മണ എന്ന് വിളിക്കുമ്പോൾ ആർക്കും തോന്നിപ്പോവും. ലക്ഷ്മണന് ഭഗവാൻ ഒരുപാട് ഉപദേശം കൊടുക്കുകയും ഭഗവാൻ ആരാണെന്ന് ലക്ഷ്മണൻ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് അങ്ങനൊരു സംഭവം ഉണ്ടാവത്തില്ല എന്ന് ലക്ഷ്മണൻ അറിയാം. പക്ഷേ സീത അത്രയും കരുതിയിട്ടില്ല. അപ്പോൾ യഥാർത്ഥമായി ഇത് സംഭവിച്ചതാണെങ്കിൽ പിന്നെ ഇതിനപ്പുറവും പറയും. അത്രമാത്രം ഉള്ളം പുകയുക. അതുകൊണ്ട് ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്തരം പൊത്തി പുനരവളോടുര ചെയ്താൻ. അങ്ങനെ രണ്ട് ചെവിയും സൗമിത്രി അങ്ങ് പൊത്തി. ലക്ഷ്മണൻ ഇത് കേട്ടത് എന്താ കേട്ടത്? നല്ല വാക്കല്ലേ. രാമനെ ഒഴിഞ്ഞ് ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലെന്ന് പറയും. സ്വന്തം മകനാ അവിടെ അടുത്ത്. ലക്ഷ്മണൻ അനുജനല്ല, മകനാ. സീത അമ്മയാ, ശ്രീരാമൻ പിതാവാ. അത്രമാത്രം സ്നേഹമാ, അത്രമാത്രമാണ്. രാത്രിയിലൊക്കെ ഇവരെല്ലാം കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ അനുജൻ കാവൽ നിൽക്കുന്ന അമ്പും വില്ലും കൊണ്ട് അത്രമാത്രം ഇവരെ ശ്രദ്ധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ ഇത് കേട്ടാൽ ചെവി പൊത്താതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇത്തരം വാക്ക് കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്തരം പൊത്തി പുനരവളോട് ഉര ചെയ്താൻ. നിനക്ക് നാശം അടുത്തിരിക്കുന്നത്. അപ്പോഴും നിനക്കെന്ന് പറയുന്നത്, നിനക്ക് അത്രമാത്രം ലക്ഷ്മണൻ്റെ മനസ്സിൽ വല്ലായ്മയായി. നിനക്ക് നാശം അടുത്തിരിക്കുന്നതോ പാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാ താൻ. ഞാൻ വിചാരിച്ചത് നിന്നെ തടുക്കാൻ പറ്റുകയില്ല. അപ്പം എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അപ്പം നിനക്ക് നാശം ആണ്. ഇത്രയും പറയുമ്പം പിന്നെ ലക്ഷ്മണൻ നിൽക്കത്തില്ല, പോകും. പോയാലേ പറ്റത്തുള്ളൂ. മാറ്റി രാവണന് കൊണ്ട് പോകണ്ടേ, ഇതെല്ലാം വരണ്ടേ. എന്താ ഇങ്ങനെയെല്ലാം വന്നെങ്കിലേ രാവണനെ വധിക്കാനൊക്കെ ഇതൊക്കെ അവിടെ വരേണ്ടുന്നതാണ്. നമ്മളിപ്പോൾ ഒന്നും വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവിടെ എന്തെല്ലാം അന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു സംഭവം. അപ്പോൾ നിനക്ക് നാശം അടുത്തിരിക്കുന്നതോ പാരം എനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതെ ഞാൻ തടുത്താൻ നിൽക്കുകയില്ല. നീ നന്നാവത്തില്ല, അതുകൊണ്ട് നിനക്ക് നാശം സംഭവിക്കുന്നു, അതിന് വരാനിരിക്കുന്നു. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയത് എന്തേ ചണ്ടി? ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നി ചണ്ടി? ചണ്ടി വെച്ചാൽ കോപിഷ്ടേ ചണ്ടി.
ദിക് ധിക്തികത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം ഛേ എന്ന്. കാരണം എങ്ങനെ ചണ്ടി കോപിഷ്ഠ ഛേ അത്രമാത്രം അറപ്പ് പിടിച്ച വാക്കുകളാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ധിക്തിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം സത്യമാണ്, നാരികൾക്കെല്ലാം വെറും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നില്ല, കാരണം അവരുടെ മനസ്സിൽ അത്രമാത്രം അങ്ങ് വിചാരിച്ചു പോയി. ഇത് ശ്രീരാമൻ തന്നെയാണ് രക്ഷിക്കാൻ ലക്ഷ്മണൻ പോകാത്തത് കൊണ്ട് അവർ ഇത്രയും ഇങ്ങനെ ഭഗവാൻ ശ്രീരാമൻ ഇനി വരത്തില്ലെന്ന് ലക്ഷ്മണൻ അറിയാം. അഥവാ പോയാലോ പറഞ്ഞിട്ട് പോയെന്നത് കാവൽ നിൽക്കണമെന്നാണ്. അപ്പോൾ അവിടുന്ന് പോയാൽ ഇവരെയും കൊണ്ട് രാവണൻ പോകുമെന്ന് അറിയാം. അപ്പോൾ പോകുമോ? ജ്യേഷ്ഠന് പിന്നെ പറഞ്ഞ വാക്കല്ലേ, അവർക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ വാക്കുകൾ കേട്ടാൽ ആരാലും ഇറങ്ങിപ്പോകും. അതുകൊണ്ട് നിനക്ക് നാശം എടുത്തിരിക്കുന്നു ചണ്ടി. എങ്ങനെ ഛേ ധിക്തിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. പൊതുവേ ഞാൻ പറയുക, ഒരു നമുക്ക് ജയിക്കാൻ വേണ്ടി ഈ സ്ത്രീകൾ എന്തും പറയും. നാരികൾക്കെല്ലാം വനദേവതമാരെ പാലിച്ചു കൊള്ളുവിൻ. അവിടെയുള്ള വനത്തിലെ ദേവതകളെ വിളിച്ചു അപേക്ഷിച്ചു ലക്ഷ്മണൻ. എന്താ? വനദേവതമാരെ പരിപാലിച്ചു കൊള്ളുവിൻ ഈ ദേവിയെ. മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ. മനുഷ്യവംശാധീശ്വര പത്നിയെ, അതായത് മനുഷ്യവംശത്തിൽ വന്ന ശ്രീരാമൻ്റെ പത്നിയെ വഴിപോലെ വനദേവതമാരെ പരിപാലിക്കൂ. ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. അങ്ങനെ വനദേവതമാരെ ഈ പത്നി ഈ സീതയെ ഏൽപ്പിച്ചു. ആരുടെ ഭാര്യ? മനുവംശാധീശ്വര പത്നിയെ, ശ്രീരാമ ഭഗവാന്റെ പത്നിയെ സീതയെ വഴിപോലെ ദേവകളെ ഭരമേൽപ്പിച്ചു. ഈ വനദേവതമാരെല്ലാം ഇവരെ ഏൽപ്പിച്ചിട്ട് വിളിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞിട്ട് മന്ദം പൂർവജൻ, അതായത് ഈ പൂർവജൻ എന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ, പേരെന്തോ ശ്രീരാമനെ കാണുവാൻ നടന്നു സൗമിത്രിയും. ലക്ഷ്മണൻ അങ്ങനെ ഇവരുടെ ഈ വാക്ക് കേട്ട് വനദേവതമാരെ ഈ മനുവംശ ഈശ്വരൻ്റെ പത്നിയെ കാവൽ നോക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മന്ദം ജ്യേഷ്ഠനടുക്കലേക്ക് ലക്ഷ്മണൻ പോയി. പൂർവജൻ എന്ന് വെച്ചാൽ മുൻപേ ഉള്ളവൻ, ലക്ഷ്മണന് മുമ്പേ ജനിച്ചവൻ പൂർവജൻ. അങ്ങനെ അതുകൊണ്ട് ലക്ഷ്മണൻ്റെ ജ്യേഷ്ഠനാണ് പൂർവജൻ എന്ന് പറയുന്നത്. പൂർവജനെ തന്നെ കാണുവാൻ ശ്രീരാമൻ എവിടെയാ നിൽക്കുന്നത് അവിടേക്ക് ലക്ഷ്മണൻ ഈ വനദേവതമാരെയൊക്കെ ഏൽപ്പിച്ചാരെ സീതയെ കാത്തുകൊള്ളണമെന്നെല്ലാം പറഞ്ഞിട്ട് സൗമത്തിൽ നടന്ന് പോയി. നമുക്ക് ഇനി സീത അപഹരണമാണ്. മാരീചനെ ബാക്കി ഇനി അടുത്ത പ്രാവശ്യം നമുക്കത് വായിക്കാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളു. മാരീചൻ മരിച്ചല്ലോ, വിളിച്ച് എന്താ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞില്ലേ, ഭ്രാതാവേ എന്തോ പ്രാണവതിനോടെ വിളിച്ച് ശ്രീരാമൻ്റെ വിളിയായിട്ട് വിളിച്ചു ലക്ഷ്മണനെ. അപ്പം മനസ്സിലാക്കണം ആ സമയത്താണ് ആ മാരീചൻ മരിക്കുന്നത്. നല്ല വലിയ മല പോലൊരു രാക്ഷസ രൂപം പോണ്ട്. അങ്ങനെ ആ സമയത്തെ മരിച്ചു. അതാ മാരീച നിഗ്രഹം, മാരീചൻ്റെ വധമാണ്. ഇനി നമുക്ക് സീതയെ ഈ ലക്ഷ്മണൻ അങ്ങോട്ട് പോയപ്പം ഇനി ഉടനെ രാവണൻ വേഷം കെട്ടി വരും. അത് നമുക്ക് സീതയെ അപഹരിക്കുന്നതിൻ്റെ ഇനി വരുന്നത് അത് നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും മനസ്സിലായോ മക്കളെ? കുറച്ച് ഇത് ഒരു വട്ടോ രണ്ടു വട്ടോ ഞാനും ഇപ്പോൾ ഇത് രണ്ടാമത്തെ വട്ടം, കാരണം കഴിഞ്ഞ വർഷം വാങ്ങിച്ച ഈ പുസ്തകം എനിക്കും അങ്ങനെ എപ്പോഴും വായിക്കാൻ സമയമില്ല, അങ്ങനെ ഒട്ടും വായിക്കത്തുമില്ല. ഇപ്പം ഇന്ന് എടുക്കുമ്പോൾ അങ്ങ് നോക്കത്തേ ഉള്ളൂ അല്ലേ. കാരണം അന്ന് ഇത്തിരി വായിച്ചതുകൊണ്ട് ഇനി ഇത് അധികം 2, 3, 4 തവണ വായിച്ച് വരുമ്പോഴേ നമുക്ക് എല്ലാം അത്രത്തോളം അങ്ങ് പിടി കിട്ടത്തുള്ളൂ. അതങ്ങനെയാണ്. നമ്മൾ ഒരു വരി വായിക്കുമ്പോൾ ചില അർത്ഥങ്ങൾ അപ്പോഴും നമ്മളുടെ മനസ്സിൽ വരത്തില്ല, അത് മറഞ്ഞിരിക്കും. നമുക്ക് അതിലോട്ട് പിടിക്കത്തില്ല. അടുത്ത പ്രാവശ്യം വായിക്കുമ്പോഴേക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോഴും ഓരോരോ അർത്ഥങ്ങൾ അങ്ങനെ പലതവണ നമ്മൾ വായിച്ച് വരുമ്പോഴേ നമുക്ക് എന്നും പുതുമയാണ് താനും. എപ്പോൾ വായിച്ചാലും നമുക്ക് പുതുമയാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.